ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റിനെ പറ്റി 2 വാക്ക്. ഇതിലെ എല്ലാ നാമങ്ങളും കഥാപാത്രങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന സംഭവങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും വ്യക്തിയുമായി സാദൃശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികം മാത്രമാണ്. അക്കരപ്പച്ച ഗൾഫിൽ നിന്നും UK സ്വപ്നവുമായി UK-യിൽ എത്തിയ ചില മലയാളി സഹോദരങ്ങൾക്ക് പറ്റിയ ചില അമളികൾ ഞങ്ങൾ ഹാസ്യരൂപേണ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. കേട്ടാലും അല്ല കണ്ടു തന്നെ മനസ്സിലാക്കണം. ഹലോ, അതെ അതെ അതെ, ജോലിയോ? എനിക്ക് കിട്ടിയോ? താങ്ക് യു. ഓക്കെ ശരി. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിച്ചായ, നമുക്ക് UK പോകാൻ ഒരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് നോക്കിയാലോ? എല്ലാം നല്ലതിനാടി, പക്ഷെ എനിക്ക് ഈ സായിപ്പിന്റെ ഭാഷയൊന്നും എനിക്ക് വശമില്ലല്ലോ. എന്താ ചെയ്യേണ്ടതിന്? അത് സാരല്ലേ ചായ, നമുക്ക് മോളോട് അഭിപ്രായം ചോദിച്ചാലോ? അത് സാരമില്ലപ്പാ, അല്ലെങ്കിൽ അപ്പയ്ക്ക് മലയാളം പോലും ശരിക്കും പറയാൻ അറിയത്തില്ലല്ലോ. നമുക്ക് പോവാം. അറബി നാട്ടിൽ 7 ദിവസം ജോലി, പിന്നെ അറബിയുടെ ഒരുമാതിരി ഒരു നോട്ടവും. മടുത്തു ഇവിടെ. വന്ന് ഈ അറബി നാട്ടിൽ ഒരു ഞായറാഴ്ച കുർബാന പോലും കൂടാൻ പറ്റുന്നില്ല. എന്തായാലും പോയേക്കാം, അവിടെ ഞായറാഴ്ച കുർബാനെങ്കിലും കൂടാമല്ലോ. അങ്ങനെ നമ്മുടെ മോനച്ചനും കുടുംബവും UK-യിലെത്തി. ചാൻ അറിയാമോ, ABCD പോലും അറിയാത്ത മൂക്കൾ ഒലിപ്പിച്ച് നടക്കുന്ന പിള്ളേരാ ഇപ്പോൾ മുറി ഇംഗ്ലീഷും പറഞ്ഞ് UK ഡാൻസ് കളിക്കുന്നത്. Bourgeoisie, I'll step in. Know just how to make a scene. Just me, myself, my best friends. I like it. It's simple as that. That's right. I like it. I keep coming back. I don't need nobody trying to tell me how to run it. Found myself somebody's about to turn it to 100. They like it. It's simple as that. That's right. They like it. They keep coming back. We ain't flexibly, we do what we do. Wanna pull up on us, check it out, the gate and come through. We can run it, no this ain't a debut. Love me once, I know you love me twice. Love me once, the naughty turns to nice. La la, la 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 la. I don't need no cookie cutter, perfect ordinary. Can find me under ride or die inside that dictionary. Babe, they like it. It's simple as that. That's right. They like it. They keep coming back. We ain't flexibly, we do what we do. Wanna pull up on us, check it out, the gate and come through. We can run it, no this ain't a debut. Love me once, I know you love me twice. Love me once, and naughty turns to nice. We ain't flexibly, we do what we do. Wanna pull up on us, check it out, the gate and come through. We can run it, no this ain't a debut. Love me once, I know you love me twice. Love me once, and naughty turns to nice. La 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 la. Love me once, I know you love me twice. La 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 la. Love me once, I know you love me twice. Love me once, it's time to roll the dice. അപ്പേ, നമ്മളും അത്ര മോശമെന്ന് കാണിക്കണല്ലോ. മലയാളി സമാജത്തിൽ പെണ്ണുങ്ങളെല്ലാം കൂടി ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്കും പോയി കളിക്കാം. എന്നാ ശരി മക്കളെ, നിങ്ങൾ പോയി ഡാൻസ് കളിക്ക്. ഞാൻ എന്നാ കാണട്ടെന്നാ ഇങ്ങനെ ഉണ്ടെന്ന്. புதுவக்கம் வந்து மாமா இப்போ சொக்கி நின்னாரு. மினுக்கி மினுக்கி மேல மினுக்கி மினுக்கா நடந்தா தின்னாக்குதா. சிலுப்பி சிலுப்பி சஞ்சிகனா சிலுப்பி சிலுக்கா ஜொலிச்சா சின்னாக்குதா.
എടാ മോനിച്ചോ, നിങ്ങളുടെ ഫോൺ കണ്ടെന്ന് റിങ് ചെയ്യുവാണോ ഏതാണ്ടൊക്കെ ചെയ്യുന്നു, മെസ്സേജ് വരുമോ എന്തോ ചെയ്യുന്നു. നിങ്ങളിങ്ങനെ അടിച്ച് ബിംബിരിയായി കിടക്കാതെ ഇതൊന്ന് നോക്കിയേ. അയ്യോ അയ്യോ, UK അവിടെ 5 വർഷമാകുന്നു. മെസ്സേജ് വന്നപ്പോഴാണ് അറിയുന്നത്. നാളെ ILR പേപ്പർ കൊടുക്കണം, പോകണം. എടിയേ നീ ഇത് നോക്കിക്കടി. ആ നോക്കട്ടെ. ഉയ്യോ, 5 വർഷം പോയത് അറിഞ്ഞില്ലല്ലോ. മനുഷ്യ, നിങ്ങൾ ആ മത്തായി ചേട്ടനെ ഒന്ന് വിളിച്ചേ. ആ ചേട്ടൻ കഴിഞ്ഞ മാസമല്ലേ ILR എക്സാമിന് പോയത്. ഹലോ മത്തായി ചേട്ടാ എന്തുണ്ട് വിശേഷം? ഞാൻ വിളിച്ചതേ, കഴിഞ്ഞ മാസം നിങ്ങൾ ILRൻ്റെ എക്സാമിന് പോയില്ലായിരുന്നോ? അവിടെ ചെന്നപ്പോൾ അവരെന്തൊക്കെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ എന്തൊക്കെ ചോദിച്ചതെന്ന്? എടാ മോനച്ചാ, നിനക്ക് ILRന് പോകാനൊക്കെ സമയമായില്ലേ? 5 വർഷം പോയൊരു പോക്കില്ലേ? നീ വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അല്ല ഇന്നലെ കഴിഞ്ഞ പോലെ. പിന്നെ നീ എന്താ ചോദിച്ചത്? നാളെ എന്ത് ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നതെന്നില്ലേ? അത് കാര്യമായിട്ടൊന്നുമില്ല. ഒരേ ചോദ്യം തന്നെ അവർ തിരിച്ചും മറിച്ചും പല രീതിയിലൊക്കെ ചോദിക്കും. പക്ഷേ എല്ലാത്തിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്, ഫോർ സെറ്റിൽമെൻറ്റ്. എന്താണ്? ഫോർ സെറ്റിൽമെൻറ്റ്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഫോർ സെറ്റിൽമെൻറ്റ്. എന്തായാലും പോയിട്ട് എന്നെ വിളിക്കേ, നിൻ്റെ വിളിക്കായി ഞാൻ കാത്തിരിക്കുക. മനീഷ, നിങ്ങൾ മത്തായി ചേട്ടനെ വിളിച്ചായിരുന്നോ? പുള്ളി എന്നതാ പറഞ്ഞേ? ഞാൻ മത്തായി ചേട്ടനെ വിളിച്ചപ്പോൾ മത്തായി ചേട്ടൻ പറഞ്ഞ കാര്യമാണ്, അവിടെ ചെന്ന് അവർ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഫോർ സെറ്റിൽമെൻറ്റ്. ചേടാ, നമ്മളിപ്പോൾ എങ്ങനെയാ പോകുന്നേ? കുറച്ചെന്നാ നമുക്ക് ട്രെയിനിനും കുറച്ച് ബസ്സിനും അങ്ങ് പോയേക്കാം അല്ലേ? ഏതായാലും ഞാൻ ഇതുവരെ ട്രെയിനിന് കയറിയിട്ടില്ല. എന്തായാലും നമ്മൾ സെറ്റിൽമെൻറ്റിന് പോവുമല്ലേ, എന്നാൽ നല്ല സെറ്റായിട്ട് അങ്ങ് പോയേക്കാം. ഒരു ഇംഗ്ലീഷ് അറിയാത്തൊരു അപ്പനും അമ്മയും. ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. AEIOU. കഥയിൽ ചോദ്യമില്ല. ഇമിഗ്രേഷൻ ഓഫീസിൽ പോകുവാനുള്ള ഭയം കൊണ്ട് മോനച്ചൻ്റെ ഇരട്ട സഹോദരനായ മോനിച്ചിനെ വിളിച്ചു. മോനിച്ചൻ കഴിഞ്ഞ 15 വർഷമായി UK സെറ്റിൽഡാണ്. മോനിച്ചൻ ഏറ്റു മോനച്ചന് പകരമായി ഇമിഗ്രേഷൻ ഓഫീസിൽ പോകാമെന്ന്. കണ്ടു നോക്കൂ എന്താണ് സംഭവമെന്ന്. അങ്ങനെ മോനിച്ചനും കുടുംബവും എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ILR ഓഫീസിലെത്തി. ഇനിയും കണ്ടു നോക്കൂ അവിടെ നടക്കുന്ന പുലിവാലുകൾ. പ്ലീസ് സ്റ്റാൻഡ് ഓവർ ഹിയർ. എന്തുവാടി അവർ പറയുന്നത്? അങ്ങോട്ട് മാറി നിൽക്കാനാ മനുഷ്യ പറയുന്നേ. ഓക്കെ എന്നാ പറയാം മച്ചി. We need to do some security checks on you. ഇപ്പൊ സെക്യൂരിറ്റി വരുമെന്നാ പറയുന്നത്. എന്നാ വരുമായിരിക്കും വരും. ഓക്കെ. Please note that you are constantly under the CCTV surveillance. എന്തുവാ TV കാണാമെന്ന്. ഇപ്പൊ TV കൊണ്ടുവരാൻ Silence. TV ഒക്കെ എന്ന് പറയുന്നു. Please lift your arms. എന്തുവാടി? കാല് പൊക്കാന്. അയ്യോ, നടുവിനൊരു ചെറിയ വേദന. ബെൽറ്റ് കെട്ടിട്ട് വന്നാ പോരായിരുന്നു. മദാമേ, ഇത്രയും മതിയോ പൊക്കിയത്? Thank you. Please lift your leg. എന്തുവാ? കൈ പൊക്കാന്. അയ്യോ, ഇങ്ങനെ മതിയോ? Thank you. Please empty your pockets. എന്തുവാടി പോക്കറ്റ് വല്ലതും ഉണ്ട് എടുക്കാൻ. മറ്റേ സാധനം ഇന്നത് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചിട്ട് വരണ്ടായോ വരുമ്പോ? ഇവരിപ്പോ എന്തോ. Please remove your belt. പാന്റ് ഊരാൻ ഇനി അത് ഊരണോ? പാന്റ് കളസ വിട്ടിട്ടില്ല. അയ്യോ, നിങ്ങൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴെങ്കിലും ഇതൊക്കെ ഇട്ടിട്ട് വരണ്ടേ മനുഷ്യ? പാന്റ് ഇവിടെ വെച്ച് ഊരാനോ? അയ്യോ, എന്നാ ഊരി. നോക്ക്, എന്തോ കാണാനടി. എന്ത് കാര്യത്തിനിത്? What's your name? ഫോർ സെറ്റിൽമെന്റ്. What? ഫോർ സെറ്റിൽമെന്റ്. How many of you? 1 2 3 4. ഫോർ സെറ്റിൽമെന്റ്. What do you mean? മീന്റെ കാര്യം ചോദിക്കുന്നത് അയലല്ലായിരുന്നല്ലേ? മത്തി. ഫോർ സെറ്റിൽമെന്റ്. What's the purpose of your visit? ഫോർ സെറ്റിൽമെന്റ്. Okay, please move aside. ഇത് മുങ്ങാനോ? എനിക്കറിയത്തില്ല എന്തോ പറയുന്നത്. എന്നാ ഞാൻ മുങ്ങിയേക്കാം കേട്ടോ, നിങ്ങൾ നിൽക്കുക ഏതായാലും. എന്നാ ഞാൻ ഇപ്പുറത്തോട്ട് നിൽക്കാം. ഓക്കെ. What's your name? ഫോർ സെറ്റിൽമെന്റ്. Sorry? ഫോർ സെറ്റിൽമെന്റ്. How many of you? 1 2 3 4. ഫോർ സെറ്റിൽമെന്റ്. Okay. What do you mean by that? മീൻ ഇന്നലെ ആയില്ലായിരുന്നു. മത്തി ഉണക്കമീന്. What's the purpose of your visit? പർപ്പസ് മത്തായി ചേട്ടൻ പറഞ്ഞു ഫോർ സെറ്റിൽമെന്റ്. Is that your answer? അതെ അത് തന്നെ. Right, please move aside. സെറ്റിൽമെന്റ്. Please move aside.
Is there anyone else? Yes? What's your name? AEIOU for settlement. What? Settlement, AEIOU. My gosh. How many of you? For settlement. Not again. What do you mean by that? 1, 2, 3, 4 settlement. What are these people saying? Oh my gosh, I can't deal with this today. Are you guys mad? I don't think I can let you write the exam today. Come back after 5 years. I don't think you will even make it after 5 years. ഓ നമുക്ക് തരാമെന്നാ പറഞ്ഞേന്ന് തോന്നുന്നു കേട്ടോ. മമ്മി പപ്പ 10 വർഷം കഴിഞ്ഞ് വരാൻ അവര് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ തരാമെന്നല്ലേ ഇപ്പൊ പറഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ട് തരാമെന്നില്ലയോ? ഓ എന്നാ അപ്പൊ നമുക്ക് പോയിട്ട് വരാല്ലേ. Stop it! You have to leave now. ഓ ഓക്കെ ഓക്കെ. ലീവ് എടുക്കാനോ? എപ്പോ മമ്മി പോകാൻ പിന്നെ വരാന്ന്. എന്നാ വാ, നമുക്ക് പോകാല്ലേ. പാല് കയറ്റിയിടാം. ഓക്കെ. ആ ഏതായാലും ILRന് ഇനിയും 5 വർഷം കൂടെ കിടക്കുന്നു. നമുക്കിനി തിരികെ പോയാലോ അച്ചായ? പോകുന്നതിന് മുമ്പ് നമുക്ക് ആ മത്തായി ചേട്ടനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചാലോ? ഓ ആ മത്തായി ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെ ഇന്നലത്തെ ഫ്ലൈറ്റിന് നാട് പിടിച്ചു. മത്തായി ചേട്ടൻ നാട്ടിൽ പോയെന്നോ? അപ്പൊ അവർക്കും കിട്ടിയില്ലേ സെറ്റിൽമെന്റ്? എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ, നമുക്കറിയാവല്ലോ അവർക്ക് കിട്ടിയോന്ന്. ഹലോ. മത്തായി എടാ. എടാ മോനച്ചാ, എത്ര ദിവസമാടാ നീ വിളിച്ചിട്ടേ? നീ പോയിട്ട് എന്തായി? നിന്റെ ILR ഒക്കെ എന്തായി? സെറ്റിൽമെന്റ് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? എവിടെ കിട്ടാൻ? ഓ എന്തോ പരിപാടിയാവോ നിങ്ങൾ കാണിച്ചത്? നിനക്ക് കിട്ടിയില്ലേ? എനിക്കും കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിയില്ല? എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ ഭയങ്കര പറ്റിയിട്ടാണല്ലോ മനുഷ്യരെ പറ്റിച്ചത്. എനിക്ക് അപ്പോഴേ മനസ്സിലായി നിനക്കും കിട്ടത്തില്ലെന്ന്. ഷോ എന്തൊരു കഷ്ടമായി പോയടോ ഇത്. എന്തുവരെ സംഭവിച്ചത്? എന്താടോ എന്നോട് ദേഷ്യപ്പെടുന്നത്? അല്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്ന് പറഞ്ഞു. നമ്മളോട് അവർ പറഞ്ഞു. അവർ പറയുന്നത് നമുക്കും മനസ്സിലാകത്തില്ല, നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു കിട്ടുമെന്ന്. പക്ഷേ നിന്നെ ഞാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നത് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വരണമെന്ന്. സത്യമായി എൻ്റെ പേടിച്ച് ഉള്ള കണക്കെ എടുത്തിട്ട് ഓടി ഞാൻ. അതിനൊരു എനിക്കും കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയായിരുന്നു. അടി അവിടെ ചെന്ന് ഒന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം ഗെറ്റ് ഔട്ടും പറഞ്ഞു. ഇപ്പം നിങ്ങൾ എവിടാ? ഞാനിപ്പം നാട്ടിലൊരു ധ്യാനമൊക്കെ കൂടി ഇങ്ങനെ പോവുക. ഈ ഹാങ് ഓവറൊക്കെ ഒന്ന് മാറണ്ടേ? ഓ വന്നാലോ? അത് ധൈര്യമായിട്ട് പോറാ, വന്നു കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ എനിക്ക് നല്ലൊരു ആശയമുണ്ട്. ഒരു പുതിയ സ്ഥലം റെഡി ആയിട്ടുണ്ട്. എവിടെ? അത് ഞാൻ പറയാം, നീ വാ. എല്ലാം കൊടുക്കേണ്ടി വരുമോ? ഒരാൾക്കൊരു 10 ലക്ഷം. പക്ഷേ ഒരു ഗുണമുണ്ട്, നമുക്ക് സെറ്റിൽമെന്റ് തന്നാണ് അവർ കൊണ്ടുപോകുന്നത്. എന്നാ 10 ലക്ഷം എങ്കിൽ 10 ലക്ഷം അങ്ങോട്ട് പിടിച്ചാലോ? ഇതുപോലെ 5 വർഷം പോകത്തില്ലല്ലോ. അത് ശരി. അപ്പൊ മൊത്തം 20 വർഷം പോയി കിട്ടും. അല്ല നമുക്ക് സെറ്റിൽമെന്റ് കിട്ടും. എന്നാ ശരി, ഒന്നും പേടിക്കണ്ട, അങ്ങോട്ട് പിടിക്കാം. എന്നാ അച്ഛൻ്റെ അഡ്രസ്സിങ് അയച്ചു, അങ്ങോട്ട് വരാം. ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. ഓക്കെ ശരി. പിന്നെ നീ വീട്ടിൽ വരുമ്പോഴേ എന്റെ വീട്ടിലോട്ട് പോരെ. ഞാൻ ഡ്രൈവറോട് പറഞ്ഞേക്കാം, അവൻ നിന്നെ നേരിട്ട് കൊണ്ടുവരും. ഈ സ്ഥലം ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. എന്തായാലും വന്നാൽ നഷ്ടമാകത്തില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ വരുമ്പം കാണാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. താങ്ക് യു അച്ഛാ. ആയിക്കോട്ടെ. എടി ഞാനിപ്പോൾ മത്തായി ചേട്ടനെ വിളിച്ചായിരുന്നു. പുള്ളിക്ക് എന്തോ നാട്ടിൽ ഭയങ്കര സെറ്റപ്പാന്നൊക്കെയാ. ഏതായാലും യൂറോപ്പിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ പഴയ ഗൾഫിൻ്റെ ഒക്കെ ഒന്ന് പോയി കണ്ട് 2 ദിവസമൊക്കെ അവിടെ നിന്ന് പിന്നെ ജോലി വല്ലതും കിട്ടുമോന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലോട്ട് പോവാം. എന്താ ജോലിയുടെ കാര്യം നോക്കുമ്പോഴാ അറിയത്തില്ല, വിസ ഒന്നും ക്യാൻസൽ ചെയ്യാതാ വന്നത്. അങ്ങനെ മോനിച്ചരും കുടുംബവും തിരികെ ഗൾഫിലേക്ക് പോയി. ഇവിടെ നിന്നിട്ട് ILRും കിട്ടിയില്ല, സെറ്റിൽമെൻറ്റും കിട്ടിയില്ല, ഒന്നുമേ കിട്ടിയില്ല. رحلة رقم 386 والمتوجهة إلى هونغ كونغ عن طريق بانكوك. فعلى حضرات الركاب التوجه إلى الطائرة من خلال البوابة رقم 9. അങ്ങനെ നമ്മൾ ഗൾഫിൽ വന്നു. എന്തോ ഒരു ചെറിയ ആൾക്കൂട്ടം അവിടെ. നോക്കിയേ, അറബികളുടെ ഡാൻസ്. അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. വാ നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് ഓടി വരാം. വാ പിള്ളേരെ, വാടി. والله دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش
خش رقصة عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك هيل خليك شديد عطني رقصة الفريسة زيد عليها شوي عندي بيزة حق المحتار اللي نعرفه صيده مسويلي وقفة انا هيبة عيل سوي رقصة بياض يبلي واحد كرك يلا بياض طق سيارة بوليس يلا يلا سولي رقصة ثانية رقصة البطريق ولا سبها في مان يا اخي دوس عندي خوش فصلة يا اخي تفوز. അയ്യോ അയ്യോ അച്ചായ, നിങ്ങൾ അറിഞ്ഞോ? ഇപ്പോൾ PR വിളിച്ചായിരുന്നു. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ ഗൾഫിലെ വിസ ക്യാൻസൽ ചെയ്യാതല്ലേ നമ്മൾ അങ്ങോട്ട് പോയത് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇവർ വിസ പറയുകയാണ് അവർ 5 വർഷം കഴിഞ്ഞാലേ നമുക്ക് തരത്തുള്ളെന്ന്. അപ്പോൾ നമ്മൾ ഇനി എന്നാ ചെയ്യും? ഇവിടെയും നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ ചതിച്ചല്ലോടി, എന്തോ ചെയ്യും? നമ്മുടെ വിധി. നീ വിഷമിക്കണ്ട, നമുക്ക് ഇന്ന് രാത്രി എല്ലാവരെയും കൂടെ കൂട്ടി ഒന്ന് ആഘോഷിക്കണം, ഒന്ന് അടിച്ചു പൊളിക്കണം. വിളിക്കടി എല്ലാവരെയും, നമുക്കിന്ന് രാത്രി നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. La 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 oh la 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 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കൊമ്പെട് കുറുങ്കുഴൽ കൊട് കപ്പെട് തകിൽപ്പുറം കൊട് നഗരതീരങ്ങളിലകരിയിൽ കുതിരവേ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. അങ്ങനെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു. ഇനി എവിടെ പോയി പച്ച പിടിക്കുമെന്ന് അറിയാൻ വേണ്ടി മോനിച്ച് മത്തായിച്ചേട്ടനെ വിളിക്കുകയാണ്. അച്ചായ, ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചാ മത്തായി ചേട്ടൻ പറയുന്നത് കേട്ടെ. ഈ മത്തായി ചേട്ടൻ അവിടെ നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൂന്നാറാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പും കൂളായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് വെച്ച് പിടിച്ചാലോ? നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തണുക്കണ്ടേ? എന്നാ പിന്നെ അങ്ങോട്ട് പോയാലോ? എന്നാ നമുക്ക് പോകാം അല്ലേ? ശരി ശരി. നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും. അങ്ങനെ മത്തായി ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് മോനച്ചനും കുടുംബവും നാട്ടിലെത്തി. ഇനി ആ മനസ്സ് തണുപ്പിക്കുന്ന സ്ഥലം എവിടാന്ന് ഒന്ന് കണ്ടുപിടിക്കണം. അങ്ങോട്ട് നോക്കിയേ, ഇനി മത്തായി ചേട്ടൻ പറഞ്ഞ ധ്യാനഗുരു അദ്ദേഹമാണോ? വാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു. ഭാവസ്വാമി ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി നൃത്തം ചെയ്യും ഭാവസ്വാമി. ഇത്രേ ഉള്ളൂ ഭാവസ്വാമി. നൃത്തം ചെയ്യും ഭാവസ്വാമി. വന്നിട്ടുണ്ട് ഭാവസ്വാമി. ഭാവസ്വാമി ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ബാബുസ്വാമി. എന്റെ കൂടെ നൃത്തം ചെയ്തിട്ടുണ്ട് ബാബുസ്വാമി. നല്ല മനോഹരമായ ദിനങ്ങൾ, എത്ര മനോഹരമായ ദിനങ്ങൾ ഞാനും എന്റെ ബാബുസ്വാമിയും. ബാബുസ്വാമി ബാബുസ്വാമി എന്റെ ബാബുസ്വാമി. ബാബുസ്വാമി ബാബുസ്വാമി അത്രേ ഉള്ളൂ ബാബുസ്വാമി. ബാബുസ്വാമി ബാബുസ്വാമി എന്റെ ബാബുസ്വാമി. അങ്ങനെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി മത്തായിച്ചേട്ടനെ കൂട്ടുപിടിച്ച് മോനച്ചനും കുടുംബവും ചെറിയ ഇടവേളയ്ക്ക് ശേഷം യാത്ര തുടരുന്നു. കഥ അനൂപ് മാത്യു, എബി ജോയ്, ജിബിൻ ചാക്കോ, ബിനോയ് വർഗീസ്. തിരക്കഥ സംഭാഷണം അനീഷ് പി ടൈറ്റസ്. കോറിയോഗ്രാഫി അനീറ്റ എബി. ഈ സ്കിറ്റിൽ അഭിനയിച്ചവരും വോയിസ് ഓവർ കൊടുത്തവരെ ഒന്ന് പരിചയപ്പെടുത്താം.
ജിബിൻ ചാക്കോ ആൻഡ് മറിയ, വിനോയ് വർഗീസ് ആൻഡ് ലിൻഡ, അനു മാത്യു ആൻഡ് മെറിൻസ്, എബി ജോയ്, ബോബി, ഹന്ന, അനോന, കനാൻ, ആൻമിയ, ആഷ്ലിൻ ആൻഡ് ഡോക്ടർ റോഷൻ, ഷെറിൻ ആൻഡ് അനീഷ്. ആർട്ടിസ്റ്റിക് പ്രോപ്സ് എബി ജോയ്. കൂടാതെ ഞങ്ങളുടെ സ്വന്തം ജാക്കു. റീ റെക്കോർഡിംഗ്, ഗ്രാഫിക്സ്, എഡിറ്റിംഗ് ആർവിൻ പി അനീഷ്. Directed by Anish P. Titus. Presented by Team Ephraim.